നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദി ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഇന്തോനേഷ്യക്കാരിയാകുന്ന ഒരു ടിക്ടോക്ക് സൂപ്പർ സ്റ്റാർ, അതായത് 4.5 ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ടിക്ടോക്ക് സ്റ്റാർ യേശു ക്രിസ്തുവിനെ ഒന്ന് ചെറുതായിട്ട് പരിഹസിച്ചു. നമുക്കറിയാമല്ലോ, ഇന്ത്യയിലും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അങ്ങനെ ചില സംഭവങ്ങളുണ്ടായി. ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ചില ആളുകൾ കുടുംബജീവിതത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ മോശമായി സംസാരിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതും പോലീസ് അറസ്റ്റിനെയൊക്കെ നേരിട്ടതൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കെണിയിൽ ചെന്നപ്പെടാറുണ്ട്. കെണിയെന്ന് പറയണ്ട, ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം ഈ പറഞ്ഞ ഇന്തോനേഷ്യൻ ടിക്ടോക്ക് സ്റ്റാറിന് കൈ അല്പം പൊള്ളി. ഇന്തോനേഷ്യൻ കോടതി 3 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. റാട്ടു താലിസ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമണാണ്. അവർ 4,42,000 ടിക്ടോക്ക് ഫോളോവേഴ്സുള്ള ആളാണ്. തൻ്റെ ഒരു ടിക്ടോക്കിലുള്ള ഒരു വീഡിയോയ്ക്ക് ആരോ ഇട്ട ഒരു കമൻറ്റിന് റെസ്പോണ്ട് ചെയ്തപ്പോൾ അല്പം പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ഇവരൊരു ട്രാൻസ്ജെൻഡർ വുമൺ ആണെന്നുള്ളത് ഓർക്കണം. ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറയുമ്പോൾ അവർ ശരീരം കൊണ്ട് ഒരു പുരുഷനാണ്, എന്നാൽ വുമൺ ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കമൻ്റ് ഇട്ട ആൾ പറഞ്ഞു, നിങ്ങൾ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു പുരുഷനെ പോലെ കണ്ടാലിരിക്കും, ഒരു മസ്കുലൈൻ ലുക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ അത് ഇവരെ ഒന്ന് ചൊടിപ്പിച്ചു. അതിന് മറുപടിയായിട്ട് അപ്പോൾ ആ കമൻ്റ് ഇട്ട ആളിൻ്റെ പ്രൊഫൈൽ പിക്ചർ ജീസസ് ക്രൈസ്റ്റിൻ്റേതെന്ന് പറയുന്ന ഒരു പോപ്പുലർ പിക്ചറുണ്ടല്ലോ, ആ പിക്ചറാണ് പ്രൊഫൈൽ പിക്ചർ വെച്ചിരുന്നത്. അതുകൊണ്ട് തിരിച്ച് ഇവർ മറുപടി പറഞ്ഞു, നീ ആദ്യം യേശുവിൻ്റെ മുടി വെട്ടാൻ പറ എന്ന് മറുപടി പറഞ്ഞു. യേശുവിൻ്റെ മുടി വെട്ടിച്ചിട്ട് എൻ്റെ മുടി വെട്ടിക്കാൻ വാ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്തോനേഷ്യയിലൊരു പ്രശ്നമുണ്ട്. ഇന്തോനേഷ്യയിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അവിടുത്തെ നിയമമനുസരിച്ച് വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ നിയമമാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 500-ലധികം ആളുകളെ ഈ നിയമത്തിൻ്റെ പേരിൽ ഇന്തോനേഷ്യൻ കോടതി ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കോർട്ടിൽ കേസ് നടക്കുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ സർക്കാരിൻ്റെ നിയമമാണ്. മതനിന്ദ കുറ്റം, ബ്ലാസ്ഫമി ചുമത്തിയിട്ട് ഇന്തോനേഷ്യയിലെ കോൺട്രവേഴ്ഷ്യൽ ഓൺലൈൻ ഹെയ്റ്റ് സ്പീച്ച് ലോ, അതായത് ഓൺലൈനിൽ നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ചിനെതിരെയുള്ള ആ നിയമപ്രകാരം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. സുമാത്രയിലെ ഒരു കോടതിയാണ് താലിസായെ കുറ്റക്കാരിയെന്ന് കണ്ട്, ഹെയ്റ്റ് സ്പീച്ചാണ് നടത്തിയതെന്ന് കണ്ട്, പ്രത്യേകിച്ചും ഇത് റിലീജിയസ് ഹാർമണി, മതവിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു സാഹോദര്യം നഷ്ടപ്പെടുത്തുവാൻ കാരണമായി തീരുമെന്നാണ് കോടതിയുടെ വിമർശനം, കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെ 3 വർഷത്തെ തടവിന് അവളെ വിധിച്ചിരിക്കുകയാണ്. പല ഇൻ്റർനാഷണൽ സംഘടനകളും, പ്രത്യേകിച്ചും ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ പോലെയുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, സംസാരിക്കുന്ന സംഘടനകൾ ഈ വിധി തെറ്റാണെന്ന് ഒക്കെ വാദിക്കുന്നുണ്ട്. കാരണം ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് അതിന് എതിരാണ്. അത് ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നൊക്കെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, പ്രത്യേകിച്ചും ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഇന്തോനേഷ്യൻ വിഭാഗമൊക്കെ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത നമുക്കൊക്കെ കൗതുകമുളവാക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ മുടി മുറിക്കണമെന്ന് പറഞ്ഞു എന്ന പേരിൽ ഇന്തോനേഷ്യയിലെ കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചു എന്ന് പറയുമ്പോഴാണ്. പല ക്രിസ്ത്യൻ ഗ്രൂപ്പ്സും ഈ സ്ത്രീക്കെതിരെ, ഈ ട്രാൻസ്ജെൻഡർ വനിതയ്ക്കെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇവർക്കെതിരെ കേസ് കൊടുത്തു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഒത്തിരി കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വന്നിരിക്കുകയാണ്. രസകരമാണ് സോഷ്യൽ മീഡിയയിലുള്ള ചലനങ്ങളും വാർത്തകളും നമുക്ക് ചുറ്റും നടക്കുന്നത്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.